കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്ന ശാരിയെ കണ്ട് രാജിയോട് ശാരദാമ്മ പറയുകയാണ്, എല്ലാവരോടും ചിരിച്ചും കളിച്ചുമൊക്കെ പറയുന്നേ ഉള്ളൂ അവള്. പക്ഷേ അപ്പോഴും അവളുടെ മനസ്സ് വേറെ എവിടെയോ പോയി കാണും. ചിലപ്പോൾ വേറൊരു ലോകത്തു നിന്നും പൊട്ടി വീണ പോലെ നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കും. മറ്റു ചിലപ്പോൾ ചെയ്ത ജോലികൾ പിന്നെയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് ചെയ്തതായിട്ട് അവളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നുമില്ല. ചായ തിളയ്ക്കാനിട്ടാലോ അത് മൊത്തം ആവിയായിട്ട് പോവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണെങ്കിലോ ഗ്യാസിന്റെ മണം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഗ്യാസും തുറന്നുവിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കേട്ട് എൻ്റെ ഭഗവതിന്ന് വെക്കുകയാണ് രാജി. ഒരു തീപ്പെട്ടിക്കൊള്ളി ആരെങ്കിലും ഉരച്ചിരുന്നെങ്കിൽ തീർന്നില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. എൻ്റെ ഭഗവതി, ഈ കുഞ്ഞത് എന്ത് വിചാരിച്ചാന്ന് രാജി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഒന്നും വിചാരിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല, അതാ എൻ്റെ സങ്കടം. ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവങ്ങളും അവളുടെ മനസ്സിലേക്ക് സ്പർശിക്കുന്നില്ല. ചേമ്പിലയിൽ വീഴുന്ന വെള്ളം പോലെ ഒരടയാളവും ഉണ്ടാക്കാതെ അതങ്ങ് മാഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് നെടുവീർപ്പെട്ട് നിൽക്കുകയാണ് ശാരദാമ്മ. അന്നേരം ഞാനൊന്ന് ചെന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് രാജി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, വേണ്ട ശാരി, അവൾക്ക് ഒരു സങ്കടവും ഇല്ലാന്ന് ധരിപ്പിക്കാനാണ് അവൾ ചിരിച്ചു കളിച്ച് നടക്കുന്നത്. അതൊരു മുഖംമൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് അവൾ മനസ്സിലാക്കിയാൽ അവൾ ആകെ തകർന്നു പോകും. അടക്കി നിർത്തിയതൊക്കെ പിന്നീട് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കുറച്ചു കാലം എടുത്തിട്ടാണെങ്കിലും അവളുടെ മനസ്സിലെ മുറിവ് നീങ്ങട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. അതിനുശേഷം നീ ചെന്ന് ഹോട്ടലിലെ കാര്യങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് ശാരദാമ്മ രാജിയെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ശാരദാമ്മ അകത്ത് പോയി ആരും കാണാതെ നിന്ന് കരയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീടാണ്. രാവിലെ ഉറങ്ങുകയാണ് രാജീവ്. അന്നേരം അമ്മാവൻ കിടന്ന് ബഹളമുണ്ടാക്കുകയാണ്, വിജയലക്ഷ്മി എന്നൊക്കെ വിളിച്ച്. വിജയലക്ഷ്മി അവിടേക്ക് വരുമ്പോൾ അമ്മാവൻ ചോദിക്കുകയാണ്, നീ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ പറഞ്ഞില്ലേ പുലർച്ചയ്ക്ക് പോകണമെന്ന്. ഒരു 10 മിനിറ്റ് എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ അമ്മാവൻ പറയുകയാണ്, ഇപ്പോൾ തിരിച്ച രാത്രിയാകുന്നതിന് മുമ്പേ നമുക്കവിടെ എത്താം. പിന്നെ രാജീവിനെ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, ഇല്ല, അവൻ എണീറ്റോന്ന് ഞാൻ നോക്കട്ടെ. അത് കേട്ട് പിന്നെയും താമസമാണല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുന്നു അമ്മാവൻ. രാജീവിന്റെ മുറിയിലേക്ക് വിജയലക്ഷ്മി വരുമ്പോൾ രാജീവ് എഴുന്നേറ്റിട്ടില്ല. മോനെ രാജീവേ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേന്നും പറഞ്ഞ് രാജീവിനെ തട്ട് വിളിക്കുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് രാജീവ്. നീ പെട്ടെന്ന് റെഡിയാവെന്ന് അമ്മ പറയുന്നു. അന്നേരം രാജീവ് ചോദിക്കുകയാണ്, എവിടേക്ക് പോകാനാണ്? നമ്മൾ തക്കലയിലേക്ക് തിരിച്ചു പോകുന്നോ? നീ എന്താ ഒന്നും പറയാത്തേന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അതെന്നോടമ്മ നേരത്തെ പറഞ്ഞില്ലല്ലോ. അതിന് നീ ലീവിലല്ലേ, പോരാത്തതിന് കാറുമുണ്ട്, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രാജീവിന്റെ തോളിൽ തട്ടി വിജയലക്ഷ്മി പറയുകയാണ്, ഈ നശിച്ച നാട്ടിലിനി നമുക്ക് നിൽക്കണ്ട മോനെ, നമുക്ക് തക്കലയിലേക്ക് തിരിച്ചു പോകാം. കല്യാണമോ നടന്നില്ല, ഇനി വേറെ കല്യാണമൊക്കെ നമുക്ക് അവിടെ ചെന്ന് തീരുമാനിക്കാം. നീ എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. രാജീവ് അങ്ങനെ പറഞ്ഞത് കേട്ട് നെഞ്ചത്ത് കൈവച്ച് വിജയലക്ഷ്മി പറയുകയാണ്, ഹാവു, ആശ്വാസമായി, അവന് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ സോഫയിൽ തന്നെ കിടന്നുറങ്ങുകയാണ് വിഷ്ണു. അന്നേരം കുളി കഴിഞ്ഞു വരുന്ന ശാലിനി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങുകയാണ്. അതേസമയം ഉണരുന്ന വിഷ്ണു തൻ്റെ കയ്യിലെ കെട്ട് ശ്രദ്ധിക്കുകയാണ്. അത് വിഷ്ണു കാണുന്നു എന്നുള്ളത് കണ്ണാടിയുടെ ഫ്രണ്ടിലിരിക്കുന്ന ശാലിനി തിരിഞ്ഞു നോക്കുകയാണ്. ഇതാരാ എൻ്റെ കൈ കെട്ടിവെച്ചത് എന്ന് പറഞ്ഞ് കെട്ട് ശ്രദ്ധിക്കുന്ന വിഷ്ണു പെട്ടെന്ന് അതിലെഴുതിയിരിക്കുന്ന സോറി എന്ന വാക്ക് കാണുകയാണ്. ഇതിപ്പോൾ ആർക്കാ സോറി എന്ന് വിഷ്ണു ആലോചിച്ച് നിൽക്കുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ കണ്ണിറുക്കി പിടിച്ചിരിക്കുകയാണ് ശാലിനി. അതിനുശേഷം പെട്ടെന്ന് തിരിഞ്ഞു പറയുകയാണ്, അതെ, ഒരുപാട് ആത്മഗതമൊന്നും വേണ്ട, ഭയങ്കര ബോറാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ, പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്നതാണ് എനിക്കിഷ്ടം, അല്ലാതെ ചിലർ ചെയ്യുന്നത് പോലെ തുണിയിലും ബോർഡിലുമൊന്നും എഴുതി വെച്ചു പോകലല്ല. അന്നേരം എഴുന്നേറ്റ് ശാലിനി പറയുകയാണ്, അതെ, പറയാനുള്ള കാര്യം നേരെ പറയാൻ അറിയാത്തത് കൊണ്ടാണല്ലോ കൈയിടിച്ച് പൊട്ടിച്ചത്. അന്നേരം വിഷ്ണു ചിരിക്കുമ്പോൾ വീണ്ടും ശാലിനി പറയുകയാണ്, അതെ, ഇയാളുടെ ദേഷ്യം ഇത്തിരി കുറയ്ക്കുന്നത് നല്ലതാണ്. ഓ, ഉപദേശത്തിന് നന്ദി എന്ന് പറഞ്ഞ് തൊഴുകയാണ് വിഷ്ണു ശാലിനിയെ. അന്നേരം ശാലിനി പറയുകയാണ്, ഒരുപാട് കൈ അങ്ങ് കൂപ്പല്ലേ, കൈ വേദനിക്കും. അന്നേരം പൊട്ടിച്ചിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി വീണ്ടും ദേഷ്യപ്പെടുകയാണ് ശാലിനി. ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? തെമ്മാടികളും റൗഡികളുമൊക്കെ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കാട്ടുപോത്ത്. കാട്ടുപോത്തോന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ, ഈ കാട്ടുപോത്തിന് ദേഷ്യം വരുമ്പോൾ മരങ്ങളൊക്കെ കുത്തി മറിച്ചിടാൻ ശ്രമിക്കുമെന്ന് ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
അതാണല്ലോ ഞാൻ ഇന്നലെ കണ്ടതും. അന്നേരവും വീണ്ടും ഇരുന്ന് ചിരിക്കുകയാണ് വിഷ്ണു. ചിരി നിർത്തിയ ശേഷം ഒന്ന് ഇടം കണ്ടിട്ട് ശാലിനിയെ നോക്കിയിരിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, അതെ, ഇനി ഇതും മനസ്സിലിട്ടോണ്ട് അടുത്ത കൈ ഇടിച്ചു പൊട്ടിക്കാനായിട്ട് നോക്കണ്ട. ഇനി മരുന്നൊന്നും വെച്ച് കെട്ടിത്തരാൻ എന്നെ കിട്ടില്ല, ഞാൻ പറഞ്ഞേക്കാം. അത് കേട്ട് വിഷ്ണു ചോദിക്കുകയാണ്, ഓഹോ, അപ്പോൾ മേഡമാണിത് കെട്ടിവെച്ചത്. അന്നേരം ശാലിനി പറയുകയാണ്, ഓവർ ആക്ടിങ് വേണ്ട, മര്യാദയ്ക്ക് പോയി ഫ്രഷ് ആയിട്ട് വന്നാലേ ഒരു ചായ ഇട്ട് തരാം. അത്രയും പറഞ്ഞു പോകുന്ന ശാലിനി തിരിഞ്ഞ് വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. നടക്കുമ്പോഴും വിഷ്ണുവും ശാലിനിയെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ശാലിനി പോയ ശേഷം കയ്യിലെ സോറി നോക്കി വിഷ്ണു പറയുകയാണ്, ആദ്യം സോറി, പിന്നെ കാട്ടുപോത്ത്. കാട്ടുപോത്ത് എന്താണ് കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശാലിനി എഴുതിയ സോറിയിൽ ഉമ്മ വയ്ക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീട്ടിൽ പെട്ടിയൊക്കെ വെളിയിലേക്ക് എടുത്തു വെക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം അമ്മാവൻ ചോദിക്കുകയാണ്, അവൻ ഇതുവരെ റെഡിയായില്ലേ വിജയെ? ഇതിപ്പോ പെണ്ണുങ്ങളെക്കാട്ടിയും കഷ്ടമാണല്ലോ. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് രാജീവ്. നീ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് മൂളുകയാണ് രാജീവ്. തുടർന്ന് നീ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലേ എന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ് രാജീവ്. അതിനുശേഷം ബൈക്ക് എടുക്കുന്ന രാജീവിനോട്, എടാ നമ്മൾ കാറിലല്ലേ പോകുന്നതെന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നു. അന്നേരം രാജീവ് പറയുകയാണ്, കാറിലേക്ക് പോകുന്നവർക്കൊക്കെ പോകാം, തൽക്കാലം ഞാൻ തക്കലയിലേക്ക് ഇല്ല. അമ്മയും അമ്മാവനും ഒന്നോർത്തോളണം, സാക്ഷാൽ ചിദംബരം മുതലാളിയുടെ മകളുമായിട്ടല്ല, കുബേരൻ മുതലാളിയുടെ മകളായിട്ടാണ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതെങ്കിലും എനിക്ക് ആ കല്യാണം വേണ്ട. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണെ ഉണ്ടാകൂ, അത് ശാരിക മാത്രമാണ്. മറ്റൊരാലോചനയുമായിട്ട് ഈ പടി കയറിയാൽ ഹാളിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടാവും എൻ്റെ ഈ ശരീരം. ആലോചനയ്ക്കൊപ്പം അരിയും പൂവും കൂടി കരുതിക്കോ എന്ന് പറഞ്ഞ് ബൈക്കെടുത്ത് പോവുകയാണ് രാജീവ്. രാജീവിൻ്റെ ആ സംസാരത്തിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ് വിജയലക്ഷ്മിയും അമ്മാവനും. രാജീവ് പോയ ശേഷം കൈവശമെന്ന് അമ്മാവൻ പറയുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എൻ്റെ ഈശ്വര, അവനിനി എന്തെങ്കിലും അവിവേകം കാട്ടുമോ? തുടർന്ന് കാണിക്കുന്നത് ആകെ ടെൻഷനോടുകൂടി വണ്ടി ഓടിച്ചു പോവുകയാണ് രാജീവ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു കട്ടിലിൽ കൈയൊക്കെ ഊതിയാറ്റിക്കൊണ്ട് ശാരിക വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. അന്നേരം ചായയുമായി വരികയാണ് ശാലിനി. ശാലിനി അത് വിഷ്ണുവിന് നേരെ നീട്ടുകയാണ്. പക്ഷെ വിഷ്ണു അത് മൈൻഡ് ചെയ്യാതെ ദൂരേക്കൊക്കെ നോക്കിയിരിക്കുന്നു. അന്നേരം ശാലിനി മനസ്സിൽ പറയുകയാണ്, ഓഹോ, അന്ന് കൈ മുറിഞ്ഞപ്പോൾ ഭക്ഷണം വാരി തന്നതുപോലെ ഇനിയും ചായയും കുടിപ്പിക്കും എന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ? അതിന് മറുപടി പോലെ വിഷ്ണുവും കരുതുകയാണ്, ആ ചായ ഇത്തിരി കുടിപ്പിച്ചാലെന്താ? അന്നേരം ശാലിനി കരുതുന്നു, അന്ന് അബദ്ധത്തിൽ കൈ മുറിഞ്ഞതല്ലേ, ഇതിപ്പോ സ്വന്തം കയ്യിലിരിപ്പല്ലേ, അനുഭവിച്ചോ. തുടർന്ന് ചുവരിൽ നിഴലായിട്ട് വിഷ്ണു കാണുകയാണ് ശാലിനി തന്നെ ചായ കുടിപ്പിക്കുന്നതായിട്ട്. അന്നേരം വിഷ്ണുവിന്റെ ഭാവം കണ്ടിട്ട് ശാലിനി കരുതുകയാണ്, ഇതിപ്പോ ചായ കുടിച്ചതുപോലെയാണല്ലോ ഭാവം. ഇയാളെന്താ അവിടെ സിനിമ കാണുമെന്നും പറഞ്ഞ് ആ വിഷ്ണു നോക്കുന്ന ചുവരിലേക്ക് ശ്രദ്ധിക്കുകയാണ് ശാലിനി. ഓഹോ, അപ്പോൾ അതാണല്ലേ കാര്യം, ഭാവനയിലാണ് എല്ലാം നടക്കുന്നത്. എനിക്ക് പക്ഷെ എന്താണ് ചെയ്യാൻ തോന്നുന്നതെന്ന് അറിയുമെന്നും പറഞ്ഞ് വീണ്ടും ചുവരിൽ ഭാവനയിൽ കാണുകയാണ് ശാലിനിയും കുറച്ച് രംഗങ്ങൾ. വിഷ്ണുവിൻ്റെ തലമുടിക്ക് ചുറ്റി പിടിക്കുന്നതായും വിഷ്ണുവിനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നതുമായുമൊക്കെ ശാലിനി കരുതുന്നു. അന്നേരം വിഷ്ണു, എനിക്ക് എന്ത് ചെയ്യാനാണ് തോന്നുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് ശാലിനിക്കൊരു പൂ കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ഞാൻ ഇങ്ങനെ നിന്ന് ഐ ലവ് യു എന്ന് പറയും. എന്തോ കള്ളത്തരമാണല്ലോ എന്ന് ശാലിനി കരുതിയിട്ട് വീണ്ടും ചുവരിലേക്ക് ശ്രദ്ധിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണുവിനെ അടിക്കുന്നതായിട്ട് ശാലിനിയും ഭാവനയിൽ കാണുന്നു. ശാലിനിയുടെ നിൽപ്പൊക്കെ ശ്രദ്ധിച്ചിട്ട് വിഷ്ണു ഒന്ന് കവിളിൽ തടവിക്കൊണ്ട് പറയുകയാണ്, വേണ്ട, ഇനിയിപ്പോൾ ചെകിട് പൊട്ടിക്കാനും അവൾ മടിക്കില്ല. പക്ഷേ എൻ്റെ ഇഷ്ടം എന്താണെന്നറിയാമോ എന്ന് താടിയിലൊക്കെ തടവിക്കൊണ്ട് വീണ്ടും ചുവരിലേക്ക് ശ്രദ്ധിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനിയുടെ നെറുകയിൽ ചുംബിക്കുന്നതായിട്ടാണ് വിഷ്ണു കരുതുന്നത്. എന്താണാവോ ഇത്ര രസിക്കാനായിട്ട് എന്ന് വിഷ്ണുവിൻ്റെ ഭാവം കണ്ട് ശാലിനി കരുതിയിട്ട് വിഷ്ണുവിനെ ഇടിക്കുന്നതായിട്ട് വീണ്ടും ആലോചിക്കുകയാണ് ശാലിനി. പിന്നീട് രണ്ടുപേരും സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ ശാലിനി ഒന്ന് ചുമച്ചു കാണിച്ചിട്ട് ചായ നീട്ടുകയാണ്. എന്തായാലും ചായ കുടിക്ക്, സ്വപ്നമൊക്കെ കണ്ട് തളർന്നതല്ലേ. വിഷ്ണു പറയുകയാണ്, ഓ വേണ്ട, ഞാൻ തൽക്കാലത്തേക്ക് ചായ കൂടി നിർത്തിവച്ചിരിക്കുകയാണ്. അതെന്താ, ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? അതെ, നമ്മൾ എന്തായാലും നമ്മുടെ സ്വന്തം ആരോഗ്യം നോക്കണമല്ലോ. ആ, വേണ്ടെങ്കിൽ വേണ്ട, കുടിക്കണ്ട എന്ന് പറഞ്ഞ് ചായ അവിടെ വെക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു, ഓ എങ്കിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ്. ഇയാൾ അവിടെ നിന്നേന്ന് അന്നേരം ശാലിനി പറയുന്നു.
സാരിയുടെ തുമ്പൊക്കെ മടക്കി കുത്തിയിട്ട് വിഷ്ണുവിൻ്റെ നേരെ നിൽക്കുകയാണ് ശാലിനി. എന്താന്ന് അന്നേരം വിഷ്ണു ചോദിക്കുന്നു. വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പിടിച്ചിടുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, ചട്ടമ്പിയാണെന്ന് തോന്നിക്കാൻ ഈ ബട്ടൺ ഓപ്പൺ ആക്കി ഇടണ്ട, ഇനി കുറച്ച് മാന്യതൊക്കെ ആവാമെന്ന് ശാലിനി പറയുന്നു. അന്നേരം ശാലിനിയുടെ ആ പ്രവൃത്തിയിൽ സന്തോഷിക്കുകയാണ് വിഷ്ണു. അല്ല, ഇയാളിത് എവിടെ പോവുക? അന്നേരം കണ്ണൊക്കെ ഒന്ന് തിരുമിയിട്ട് വിഷ്ണു പറയുകയാണ്, അതെ, ഇന്നൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, അത് പിന്നെ പറയാം, അത് സസ്പെൻസ് ആണെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. അന്നേരം കട്ടിലിലേക്ക് ഇരുന്ന് ശാലിനി പറയുകയാണ്, പിന്നെയും പറയണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഇയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അന്നേരം വിഷ്ണു സ്വയം പറയുകയാണ്, ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് തരിക, എവിടെ പോവുകയാണെന്ന് ചോദിക്കുക, ഇയാൾ പോലും അറിയാതെ ഇയാളൊരു യഥാർത്ഥ ഭാര്യയായി മാറിക്കൊണ്ടിരിക്കുകയാടോ. അന്നേരം ഇയാൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ശാലിനി ചോദിക്കുന്നു. കണ്ണടച്ച് കാണിച്ചിട്ട് വിഷ്ണു പറയുകയാണ്, ഞാനൊന്നും പറഞ്ഞില്ല, പിന്നെ എനിക്ക് വീട്ടിലൊന്ന് പോകണം, സത്യാമ്മയോട് ഇയാളൊന്ന് പറഞ്ഞേക്കണം, ഇനി ഞാൻ പറയാതെ പോയി എന്നും പറഞ്ഞ് ചന്ദ്രഹാസം ഇളക്കരുതെന്ന്. അന്നേരം ശാലിനിയുടെ അടുത്തേക്ക് നിന്ന് വിഷ്ണു പറയുകയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, ശാരികയുടെ കല്യാണം ഇനി എങ്ങനെ നടത്തുമെന്ന് ശാരദാമ്മയുമായി വട്ടം കൂടി ആലോചിച്ചിട്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആരും. എടോ, അതൊക്കെ അങ്ങ് നടന്നോളും. അന്നേരം ശാലിനി പറയുകയാണ്, എൻ്റെ അമ്മയോട് എന്ത് സംസാരിക്കണമെന്ന് ഇയാൾ എന്നെ പഠിപ്പിക്കണ്ട, അമ്മയെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ ഈ ഞാൻ. ഓ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് വിഷ്ണു. എന്നാലേ അടിയൻ വിട വാങ്ങുകയാണോന്ന് കുനിഞ്ഞു നിന്ന് തൊഴുകയാണ് ശാലിനിയെ വിഷ്ണു. പോകാൻ നേരം തിരിഞ്ഞു നിന്ന് ശാലിനിയെ നോക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് വീണ്ടും കണ്ണടച്ച് കാണിച്ചിട്ട് തിരിഞ്ഞു പോവുകയാണ് വിഷ്ണു. തുടർന്ന് കട്ടിലിരുന്ന് ശാലിനി പറയുകയാണ്, സ്നേഹമുള്ള ആളാണ്, എന്നാലും മനസ്സിൻ്റെ വാതിലങ്ങ് തുറന്നു തരാൻ പറ്റില്ലല്ലോ മോനെ. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ശാരിക. അന്നേരം ഓട്ടോയിൽ ശാന്ത വന്നിറങ്ങിയ ശേഷം, ചേട്ടാ വണ്ടി തിരിച്ചിട്ടേക്കണേ എന്ന് വെപ്രാളത്തോടു കൂടി പറയുന്നു. എന്നിട്ട് ഓടി ശാരികയുടെ അടുത്തേക്ക് വരികയാണ് രാജിയല്ല ശാന്ത. ശാരികയുടെ അടുത്തേക്ക് വന്ന് ശാന്ത പറയുകയാണ്, രാജീവ് സാറ് ആത്മഹത്യക്ക് ശ്രമിച്ചു, ഹോസ്പിറ്റലിലേക്ക് ആണ്, പെട്ടെന്ന് വാ എന്ന് പറയുന്നു. അത് കേട്ട് ആകെ പരിഭ്രമിച്ച്, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാമെന്ന് ശാരിക പറയുന്നു. വേണ്ട, വന്നേ, നമുക്ക് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ശാരികയും കൂട്ടി പോവുകയാണ് അവിടെ നിന്നും ശാന്ത. ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വൈകിയാൽ ചിലപ്പോൾ ആപത്താണെന്ന് പറയുന്നു. ശാന്തേച്ചി എന്തായെന്ന് ഉറക്കെ ശാരിയെ ചോദിക്കാൻ വരുമ്പോൾ ശാരികയുടെ വാ പൊത്തിക്കൊണ്ട് ശാന്ത പറയുകയാണ്, ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ആളുകളെ അറിയിക്കല്ലേ, മോള് പെട്ടെന്ന് വന്നേ, ശാരദാമ്മയൊക്കെ അറിഞ്ഞാൽ മോളെ ആശുപത്രിയിൽ വിടുന്ന കാര്യം പ്രശ്നമാണ്, വാ മോളെ, ഞാൻ ഓട്ടോറിക്ഷ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ശാരികയും പിടിച്ചുകൊണ്ട് ഓട്ടോയിലേക്ക് കയറി പോവുകയാണ് ശാന്ത. ശാരികയും ശാന്തയും കൂടി കുടുംബശ്രീ വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ അവിടേക്ക് വേറൊരു ഓട്ടോയിൽ എത്തുകയാണ് ശാലിനി അവരെ കാണുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ശാരികേച്ചി അതല്ലേ എന്ന് ചിന്തിക്കുകയാണ് ശാലിനി. അമ്മയെന്നും പറഞ്ഞ് ശാലിനി അകത്തേക്ക് കയറുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ? അതെ അമ്മേ, ആളിപ്പോൾ ഭയങ്കര ബിസിയാണ്, ഭയങ്കര ജോലി അന്വേഷണമല്ലേ. അന്നേരം ശാലിനിയെ നുള്ളിക്കൊണ്ട് ശാരദാമ്മ പറയുകയാണ്, നീ അങ്ങനെ കളിയാക്കാതെ, ഒരു ജോലി അന്വേഷിക്കുന്നത് കുറ്റമൊന്നും അല്ല, നമ്മളും ഹോട്ടൽ നടത്തിയാണ് ജീവിക്കുന്നതെന്ന് ഓർമ്മ വേണം. അന്നേരം കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ഓടി വരികയാണ് ശ്യാമയും. ശാരദാമ്മ പറയുകയാണ്, ഇപ്പോഴെങ്കിലും നിനക്ക് ബോധോദയം ഉണ്ടായല്ലോ, ഇത്തരം സന്ദർഭങ്ങളിലാണ് ഭർത്താവിൻ്റെ പിന്തുണയായി ഭാര്യ നിൽക്കേണ്ടത്. പിന്തുണ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഉണ്ടല്ലോ അമ്മേ. ഞാനിന്ന് വാശി കയറ്റിയാൽ വിഷ്ണുവേട്ടനെ കൊണ്ട് എന്തും സാധിക്കും. അത് കേട്ട് ശാലിനിയുടെ താടിക്ക് പിടിച്ച് ശ്യാമ ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടനോ? നേരത്തെ അയാള് ഇയാള് എന്നൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ പെട്ടെന്ന് വിഷ്ണുവേട്ടനായോ? ഒന്ന് പോടിയെന്ന് ശ്യാമയോട് പറയുകയാണ് അന്നേരം ശാലിനി. തുടർന്ന് ശാലിനി പറയുകയാണ്, ഒരുപാട് സങ്കടങ്ങൾ ആ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, ഇന്നലെ രാത്രി ഭിത്തിയിൽ കൈവച്ചിടിച്ച് കൈയൊക്കെ പൊട്ടിച്ചു. അന്നേരം അയ്യോ മോളെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലമ്മേ, കുറച്ചേ മുറിഞ്ഞുള്ളൂ, രാത്രി തന്നെ ഞാൻ മുറിവൊക്കെ ക്ലീനാക്കി മരുന്ന് വെച്ച് കൊടുത്തു. അത് കേട്ട് ശാരദാമ്മ ആശ്വസിക്കുമ്പോൾ വീണ്ടും ശ്യാമ പറയുകയാണ്, ആഹാ, അപ്പോൾ അതുവരെയൊക്കെ എത്തി കാര്യങ്ങൾ. അത് കേട്ട് നാണിച്ചു നിൽക്കുന്ന ശാലിനിയെ നോക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്